ഇന്ന് ആദിലയും അനീഷും തമ്മിൽ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലട്ടൻ എന്ന സമയത്ത് മറ്റേ 3 ദിവസത്തെ ആ കാര്യമുണ്ടല്ലോ, ആ കാര്യം നമ്മുടെ ആദില ഇവിടെ വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. ഈ 3 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്നാണ് ആദില അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നത്. ആക്ച്വലി ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോൾ വന്നതിനേക്കാൾ കുറച്ച് സമയം കഴിഞ്ഞാണ് എനിക്ക് കോൾ വന്നത് എന്നുള്ള രീതിയിലാണ്. മനസ്സിലായോ? അതായത് എനിക്ക് കോൾ വന്നത് നിങ്ങളെക്കാൾ ലേറ്റ് ആയിട്ടാണ്. അത് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ 3 ദിവസം എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആ 3 ദിവസം എന്നുള്ളത് കള്ളം തന്നെയാണ്. എങ്കിലും അത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ കള്ളം ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ലാലട്ടൻ വന്നതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഞാൻ സമ്മതിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിഷേധിക്കാമായിരുന്നു. അപ്പൊ നമ്മുടെ ആദില തിരിച്ചും പറയുന്നുണ്ട്, അതൊന്നുമല്ല കാര്യം. ലാലട്ടൻ വന്ന സമയത്ത് നിങ്ങൾ അത് സമ്മതിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ലാലട്ടൻ നിങ്ങളെ പുളിച്ചടക്കിയാനെ. ലാലേട്ടൻ അത് തെളിയിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ലാലേട്ടൻ പിന്നെ അതങ്ങ് തെളിയിക്കാതെ ഇരുന്നത്. അപ്പൊ നമ്മുടെ അനീഷ് ആദിലയുടെ അടുത്ത് തിരിച്ചും പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 3 ദിവസം എന്ന് പറഞ്ഞത് കള്ളം തന്നെയാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ തിരുത്താനും ഞാൻ റെഡി തന്നെയാണ്. ഞാനിവിടെ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ എന്തെങ്കിലും ഇതല്ലാതെ തെറ്റോ കള്ളമോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാം. തെളിവ് സഹിതം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ ഇപ്പോൾ ആദിലയുമായുള്ള ഈ പ്രശ്നത്തെ തുടർന്ന് നമ്മുടെ അനീഷ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ പിന്നാലെയായിട്ട് ആദില വീണ്ടും ചോദിക്കുന്നുണ്ട്, സാബു അണ്ണൻ വന്ന സമയത്ത് നിങ്ങൾ ലോജിക് ഇല്ലാത്ത ഒരു വിഷയം എടുത്തിട്ടിരുന്നല്ലോ, ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത് എന്നൊക്കെ ആദില ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനീഷ് ഇതിന് മറുപടി നൽകുന്നുണ്ട്. അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഞാൻ എന്റെ ആഗ്രഹമാണ് പറഞ്ഞത്. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ വീടിനകത്തേക്ക് ഒരു 5 കോമണർ ആയിട്ടുള്ള വ്യക്തികളെങ്കിലും വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതിൽ എന്താ ഇപ്പോൾ ഇത്ര തെറ്റുള്ളത് എന്നാണ് നമ്മുടെ അനീഷ് ആദില എടുത്ത് ചോദിക്കുന്നത്. തൊട്ട് പിന്നാലെ ആദില നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ അതല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായിട്ടോ ഇതൊക്കെ പറയാമല്ലോ. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നും ആദില ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ആദിലയുടെയും അതുപോലെ തന്നെയും അനീഷിന്റെയും തർക്കത്തിനിടയിലേക്ക് ലക്ഷ്മിയും എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്മിയും അനീഷിനെതിരെ പറയുന്നുണ്ട്, നിങ്ങൾ ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഷാനവാസ് ഇവിടെ എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല. പിന്നെ ഒരു കാര്യം കൂടി ലക്ഷ്മി പറയുന്നുണ്ട്, ഈ അനീഷ് ജയിലിലിരുന്ന സമയത്ത് ഒരു കോമണർ ആയതുകൊണ്ട് അനീഷിനെ വളരെ ലേറ്റ് ആയിട്ടാണ് ബിഗ് ബോസ് വിളിച്ചത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലെ അനീഷിനെ പൊരിക്കലൊക്കെ വീണ്ടും നമ്മുടെ ആദില എടുത്തിട്ടിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ അരങ്ങേറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനീഷ് ബിഗ് ബോസിനെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതല്ലാതെ എന്തെങ്കിലും കള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളും, ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ് എന്നാണ് അനീഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.